യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. കൂട്ടുകാരൻ വരുന്നേ. യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. കാക്കപ്പൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണാവോ? ഇനി ഈ മുണ്ടയാട് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ എവിടെ ചെന്നാണാവോ കർത്താവെ കണ്ടുപിടിക്കുക? ഹലോ, ബിലീഷാണ്. ഓഹോ, അപ്പൊ ഇത് തന്നെയാണ് മുണ്ടയാട്. പോലീസൊന്നും ഞങ്ങളെ പിടിക്കില്ലെന്ന്. അല്ലാന്ന് സാധനമൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. എവിടെ എപ്പ എങ്ങനെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കേന്ന്, ഞങ്ങളെത്തിക്കോളാ. നീയൊന്നും നിർത്തിക്കോട്ടാ. ഈ ചൂണ്ടാണി ബിലീഷിനെ ആരും പണി പഠിപ്പിക്കാൻ നോക്കണ്ട. എന്ത് വേണമെന്ന് സംശയം ഉണ്ടെങ്കില് നീ സാറിനോട് ചോദിച്ചാൽ മതി, സാറ് പറഞ്ഞു തരും. അതെ, നല്ല 101 തീർത്തു തരും. ബാക്കിയെല്ലാം ഹല്ലി വല്യാണ്. ഓക്കെ. ഇവിടുത്തെ സീൻ കഴിഞ്ഞ ഉടനെ തന്നെ മംഗലാപുരത്ത് എത്തണം. അവിടെ ഹേമന്ത് മിശ്ര അവിടെ വെയിറ്റ് ചെയ്യാന്ന്. കാരണം അവരെ കൊണ്ട് കുറച്ച് പണിയുണ്ട്. ഇവിടത്തെ ജോലി നാളെ കാലത്ത് തന്നെ തീർക്കാൻ ബോസ്. ഓക്കെ, സംഗതി റെഡിയാന്ന്. പക്ഷെ സൂക്ഷിക്കണോ, മന്ത്രിപുത്രനെയാണ് തീർക്കേണ്ടത്. ആടാറ് സെക്യൂരിറ്റി ആയിരിക്കോ? അത് സാരമില്ല ബോസ്. എവിടെയും നുഴഞ്ഞു കയറാൻ കഴിവുള്ള ആളല്ലേ നമ്മുടെ കാരണവർ. രാത്രിയാകുന്നവരെ ആരും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന്. അന്വേഷണം വരുമ്പോ പോലീസിന് നമ്മുടെ ഒരു വിഷലും കിട്ടാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ ബോസ്. നീ ഇവിടെ വാ.
നീ വേണം പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിട്ട് വരാൻ. അയ്യോ ഞാനോ? എന്തു പറ്റി? അല്ല ആരെങ്കിലും കണ്ടാൽ എന്താ കുഴപ്പം? എന്താണ്? എടാ, മാവൂർ റോഡില് തല്ലുകൊള്ളിയായി നടന്ന നിന്നെ ഞാൻ എന്റെ ഗ്യാങ്ങിൽ ചേർത്ത് ഇതുപോലുള്ള സഹായത്തിന് വേണ്ടിയാ. വേറെ ഒരു ഗുണവും നിനക്കില്ലല്ലോ. പോയി ഫുഡ് വാങ്ങിട്ട് വേടാ. ഓക്കേ ബോസ്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും റിസ്ക് ഉണ്ടെന്ന്. ഈ ഓപ്പറേഷൻ ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ 4 പാട് ശ്രദ്ധിക്കണോ. നമ്മുടെ പദ്ധതികൾ ഒരു പൂച്ച കുഞ്ഞു പോലും അറിയാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ഇതെന്തോ വലിയ ആപത്താണല്ലോ ദൈവമേ ഇവർ നടത്താൻ പോകുന്നത്. ഇവരെ ഇതിൽ നിന്നും തടയാൻ എന്താ ഒരു വഴി? എന്താ ഇപ്പൊ ചെയ്യാന്നിങ്ങനെ ചോദിച്ചിരുന്നാ പോരാ, എന്തെങ്കിലും ചെയ്യണം. കേട്ടത് വെച്ച് നോക്കിയാ എവിടെയോ ബോംബ് വെക്കാനാണ് അവരുടെ പ്ലാൻ. അതെന്താവട്ടെ, എന്തായാലും നല്ല കാര്യമല്ല, അതെനിക്ക് ഉറപ്പാ. അതാ ഞാൻ പറയുന്നത്, നമുക്ക് ഇടപെടണം, അവരുടെ പദ്ധതികൾ പൊളിക്കണം. എങ്ങനെ? നമ്മള് കാട്ടിലിരുന്ന് എന്ത് ചെയ്യാനാ സുന്ദരി? യൂസ് യുവർ ബ്രെയിൻ മാൻ. നമുക്കല്ലേ അവിടെ ചെന്നെത്താൻ ബുദ്ധിമുട്ട്, കറമ്പിക്ക് പോവാലോ. കറമ്പി പോയിട്ട് എന്ത് ചെയ്യാനാ? ഇതേപോലെ അവിടെ കണ്ട വിവരം ഇവിടെ വന്ന് പറയാനോ? കറമ്പി ഒറ്റയ്ക്കല്ല പോവേണ്ടത്, കൂടെ നമ്മുടെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും ഉണ്ടാവും. എനിക്ക് വയ്യ. നിന്നെ അല്ല ഉദ്ദേശിച്ചത്. അവിടേക്ക് പോവേണ്ടത് നമ്മുടെ കിട്ടുവും ബെറ്റിയും പൊന്നുവും തക്കുടവുമാണ്. അവർ വിചാരിച്ചാൽ ആ തടിയന്മാരെ സിമ്പിൾ ആയിട്ട് ഒതുക്കാം. യെസ്, ഇനി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതെ, നമുക്ക് സമയം കളയാനില്ല. ഞാൻ വേഗം പോയി കിട്ടുവിനൊക്കെ വിവരം അറിയിക്കാം. ഓക്കെ, അതിനു മുമ്പ് തടിയന്മാരുടെ പദ്ധതികൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞു വെക്കണം. അതെങ്ങനെ അറിയും? എന്താ അതിനൊരു വഴി? വഴിയുണ്ട് കറമ്പി. അവർ കാണാതെ ചിണ്ടനെ ആ ഫാക്ടറിയിൽ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്കോ? അല്ല, നമ്മൾ എല്ലാവരും കൂടി അങ്ങ് ചെല്ലാം. എടാ ചിണ്ട, അവർക്ക് ഡൗട്ട് തോന്നാൻ പാടില്ല. അതുകൊണ്ട് നീ തനിച്ച് എവിടെ ചെല്ലാവൂ. തന്നെയല്ലേ? എടാ, നീ ആവുമ്പോ ആരും സംശയിക്കത്തില്ല. കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി അല്ലേ? നിന്നെ പോലുള്ള കുറെ അലവലാദികൾ കാണും അവിടെ. കാലുമടക്കി ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. തമാശ കളിച്ചു നിൽക്കാനുള്ള നേരമല്ല ഇത്. കമോൺ, ഗെറ്റ് അലർട്ട് കറമ്പി. എത്രയും പെട്ടെന്ന് ചിണ്ടനെ അവിടെ എത്തിക്ക്. തമ്പു ചെന്ന് കൂട്ടുകാരെ കണ്ട് വിവരം അറിയിക്ക്. സുന്ദരിക്ക് നല്ല പേടിയുണ്ട്, അതാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. അതെ, ഇടപെടാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. സാരമില്ല, മറ്റുള്ളവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പുറപ്പെടുന്ന അവർക്ക് എന്തായാലും സംരക്ഷണം ലഭിക്കും. നല്ല പ്രവൃത്തികൾ പ്രാർത്ഥനയോടുകൂടെ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. ആവശ്യപ്പെടാതെ തന്നെ അവർ സംരക്ഷിക്കപ്പെടും. നീചന്മാർ ശിക്ഷ ചോദിച്ചു വാങ്ങും. എന്താണത്? ചായയാണോ കാപ്പിയാണോ? എടാ, ചായയാണെങ്കിൽ കുറച്ച് കാപ്പിതാ. എന്തൊരു ശബ്ദം? നീ ഒന്ന് പോയി നോക്കിയേ. ഇതൊരു എലിയ. എന്ത് എലിയ? പുലിയാണി നോക്കാം. കളഞ്ഞിട്ട് പാടച്ചക്ക. നമ്മൾ മാത്രം ഫുഡ് അടിച്ചാ മതിയോ? കാരണം അവർക്ക് വല്ലതും കൊടുക്കണ്ടേ ബോസ്? അയ്യേ, പറഞ്ഞ പോലെ അതോർത്തില്ലല്ലോ. ഇവൻ പോയപ്പോ കുറച്ച് കോഴിമുട്ട കൂടി വാങ്ങാൻ പറഞ്ഞാൽ മതിയായിരുന്നു. എടാ, നീ പോയിട്ട് അവിടെ കണ്ട എലിയില്ലേ, അതിനെ പിടിച്ച് പെട്ടിയിലിട്ട് കൊടുക്ക്. ആ കാരണം അവർ തിന്നട്ടേടാ. നിങ്ങൾ പറഞ്ഞത് വെച്ച് അതൊരു ക്രിമിനൽ സംഘമാണ്. ആരെയെങ്കിലും അപായപ്പെടുത്താനാകും അവരുടെ പരിപാടി. ആ പെട്ടിയിൽ എന്താണുള്ളതെന്ന് അറിയില്ലല്ലോ അല്ലേ? ഒരു പിടിയുമില്ല. എന്തായാലും ചിണ്ടൻ എവിടെയുണ്ടല്ലോ. ശരിയാണ്. മോൻ പെട്ടിയിൽ എന്താണെന്ന് അവൻ അറിഞ്ഞു കാണും, തീർച്ച. പൊട്ടന്മാര് കയറ് മടക്കി പെട്ടിയിൽ വെച്ചിരിക്കുന്നു, അതും റൗണ്ടില്. കയറല്ലേ അല്ലേ? പാമ്പാണല്ലേ? നല്ല വിഷമുള്ള വലിയ പാമ്പ്.
പഴയ പൂട്ടിപ്പോയ ഫാക്ടറിയാ. എങ്ങനെ പൂട്ടി? താഴിട്ട് പൂട്ടി. ഒന്ന് മിണ്ടാതിരിക്കേ. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ചിണ്ടനെ കാണുന്നില്ലല്ലോ. ചിണ്ടനകത്തായിരിക്കും. നമുക്ക് അകത്ത് കയറി നോക്കാം. എനിക്ക് പേടിയാവുന്നു. പേടിയാവുന്നുണ്ടെങ്കിൽ എന്നെ പോലെ കണ്ണും പൂട്ടി നടന്നോ. പേടി തോന്നൂല. സത്യത്തിൽ എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. ഐ ആം റിയലി സോറി, വെരി സോറി, പ്ലീസ്. ഓ, അതൊന്നും സാരമില്ലെന്നേ. വർഷം കൊറേ ആയില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്ത് ചെയ്യാനാ ചിന്ത? എന്നെ കൊണ്ടാ ഇവന്മാർ ഈ ക്രൂരതയൊക്കെ ചെയ്യിക്കുന്നത്. പ്ലീസ്, എപ്പടി പാമ്പേട്ട, എപ്പടി? കൊല്ലേണ്ട ആളുകളെ എന്നെ കൊണ്ട് കൊത്തിക്കും. പാമ്പ് കടിച്ച് ചത്തതാകുമ്പോ ആരും ശ്രദ്ധിക്കില്ലല്ലോ. അമ്പട വില്ലന്മാരെ, അപ്പൊ അതാണ് പരിപാടിയല്ലേ? ഏതോ ഒരു മന്ത്രിയുടെ മോനെ തട്ടാനാ ഇവിടെ വന്നിരിക്കുന്നത്. അവന്മാര് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് ശരി, അത് പോട്ടെ. അല്ല, പാമ്പേട്ടൻ ഇവിടുന്ന് പുറത്തു ചാടണം. പറ്റത്തില്ലടാ. അതെ, ഞാൻ രക്ഷപ്പെടുത്താന്നേ. എങ്ങനെയാടാ ഊവേ? എന്താണ് അഭിലേഷ്, സുഖമല്ലേ? സുഖമാണ് സാറേ. സാറിന്റെ ഒക്കെ സഹായം കൊണ്ട് പോലീസിനെ പേടിക്കാതെ എങ്ങനെ പിടിച്ചു നിന്നു പോന്നു. അപ്പൊ ചൂടാണി പറ, എന്താണ് നമ്മളെ പദ്ധതി? അത് സാറേ, ഈ മന്ത്രിയുടെ ചെക്കന് വീട്ടുകാരറിയാതെ വൈകുന്നേരങ്ങളിൽ ഗുലാബ് ജാം തിന്നാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, ആ സമയം നോക്കിട്ടേ നമ്മൾ ചെക്കനറിയാതെ ചെക്കന്റെ ബാഗില് നമ്മൾ കാരണവരെ കയറ്റി വിടും. ബുക്ക് എടുക്കാൻ അവൻ കൈയിടുമ്പോ കാരണവര് പണിയാ പറ്റിച്ചോളും. ഓക്കെ, കൊള്ളാം കൊള്ളാം, നല്ല ഐഡിയ. ഓഹോ, അപ്പൊ അതാണ് പദ്ധതി. അങ്ങനെയാണെങ്കിൽ മിക്കവാറും പെട്ടിക്കകത്ത് പാമ്പായിരിക്കും ഉള്ളത്. യെസ്. എന്നാ ആശ്വാസമാണേ പുറത്തിറങ്ങിയപ്പോ. ശ്വാസം കിട്ടിയ പോലെ ഉണ്ട്. അതെ, ശ്വാസമൊക്കെ പിന്നെ എടുക്കാം. ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കാതെ ഒന്ന് പെട്ടെന്ന് നടക്കാൻ നോക്ക്. സ്പീഡ്. അപ്പൊ ചൂണ്ടാണി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മന്ത്രിമന്ദിരത്തിനടുത്തുള്ള ലോഡ്ജിലേക്ക് മാറണം. അവിടെ എല്ലാ സൗകര്യവും റെഡിയാണ്. അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. അതിനെന്താ മാറിക്കളയാ? അയ്യോ, ഇവന്മാരിവിടുന്ന് മാറിയാൽ നമ്മുടെ സകല പദ്ധതികളും പൊളിയുമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഞങ്ങളുടെ ഉണ്ണീശോയെ, ഇവരിവിടുന്ന് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. എന്നാ പിന്നെ നമുക്ക് സമയം കളയാതെ പോകാം സാറേ. അങ്ങനെ അങ്ങ് പോയാലോ സാറന്മാരെ? എന്താ ചൂണ്ടാണി ഇത്? നീ നിന്റെ മകനെ കൊണ്ടാണോ ഈ പണിക്കിറങ്ങിയത്? സാറ് എന്ത് വർത്താനായി പറയണ്? ചെക്കന്റെ കളർ കണ്ടറിഞ്ഞൂടെ എന്റെ എല്ലാ സാധനം? പിന്നെ നീ എന്താണ് ചെക്ക, നിനക്ക് എന്താ ഇവിടെ കാര്യം? കാര്യമുണ്ട് ചേട്ടന്മാരെ, അത് വഴിയേ മനസ്സിലാവും. ആണ്, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. നിൽക്കാതെ അപ്പുറത്ത് കൊണ്ടുപോയി ഇവനെ കെട്ടിയറാ. അവനവിടെ കിടക്കട്ടെ. തിന്നാനും കുടിക്കാനും കിട്ടാതെ അവൻ അവിടെ കിടന്ന് ചത്തോളും. നമുക്ക് പോകാം. ഹലോ, ഞാനും ഉണ്ട് അവന്റെ കൂടെ. എന്നെയും കൂടെ കെട്ടിടുവോ പ്ലീസ്? പിന്നെ എന്തോ തടയത്? എനിക്കറിയില്ല സാറേ, സത്യമായിട്ട് എനിക്കറിയില്ല. പാചകം പഠിച്ചു നിൽക്കാതെ അവനെയും പിടിച്ചു കെട്ട്. നോക്കി നിൽക്കാതെ പിടിച്ച് കെട്ടിറവനെ. അത് അപ്പുറത്തെ പറമ്പിൽ കളിക്കാൻ വന്ന പിള്ളേരായിരിക്കും. കളി കാര്യമാവാതിരുന്നാ മതി. സാർ പേടിക്കണ്ട, നമുക്ക് പോയേക്കാന്ന്. ഈ വറ്റകൾ ഇവിടെ കിടന്ന് തൂരുമ്പെടുത്തോളൂ. ഹായ് അങ്കിൾ, എന്ത് പണിയാ കാണിച്ചത്? എന്റെ ഫ്രണ്ട്സിനെ മാത്രം കെട്ടിയിട്ടു, എന്നെ കെട്ടിയില്ല. എന്നെയും കൂടി കെട്ടിയിടൂ പ്ലീസ്. എന്തോന്നടാ ഇത്? ഞങ്ങൾക്കറിയില്ല ബോസ്. നോക്കി നിൽക്കാതെ പിടിച്ച് കെട്ടിറവനെ. അതെ സാറേ, വേറെ പിള്ളേര് വരുന്നതിന് മുമ്പ് നമുക്ക് പോയാലോ? ശരിയാ, ഇനിയും പിള്ളേര് വന്നാ കെട്ടാൻ കയറില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ ബോസ്, ഓടിക്കോ, പോലീസ്. അവിടെ നിൽക്കണം. ആരും ഓടരുത്, ഓടരുത്, ഓടരുതല്ലേ പറഞ്ഞത്. അതെന്റെ ഫാക്ടറിയാ. ഇത് പൊളിച്ചു വിൽക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അത് നോക്കാനാണ് നിങ്ങൾ വന്നത് ഇവിടെ. ഓക്കെ ഓക്കെ സാറേ, ഓക്കെ. വരണം വരണം സാർ, എന്താണ് വന്നതെന്ന് പറയൂ. ഞാനിവരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്തിന്? എന്ത് കാര്യത്തിന്? മന്ത്രിയുടെ മകനെ കൊല്ലാൻ പദ്ധതിയിട്ടതിന്. സാറെന്ത് വർത്താന സാറാ പറയണത്? ഞങ്ങൾ ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാ. പഴയ ഫാന്, പഴയ ഫ്രിഡ്ജ്, AC, കുപ്പി, പാട്ടയൊക്കെ. നിർത്തടാ, നീയൊക്കെ എന്താ വിചാരിച്ചത്? ഫുൾ എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ വരാതിരുന്നത് നന്നായി, കെട്ടാൻ കയറുണ്ടായിരുന്നില്ല. ചേട്ടാ, നമ്മുടെ കാരണവര് കൂറുമാറിയടാ. ഹേ, കാരണവർ മാത്രമല്ല, ദേ നോക്കിയേ, നേരത്തെ പിടിച്ച എലിയും അവരുടെ ആളായിരുന്നു. നിന്റെയൊക്കെ പദ്ധതി എന്താണെന്നും എങ്ങനെയാണ് കൊലപാതകം നടത്താറുള്ളതെന്നും നിങ്ങൾ തന്നെ പറയുന്ന വീഡിയോ ഇതിലുണ്ട്. കുട്ടികൾ തെളിവിനായി എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഓടാൻ നിൽക്കണ്ട, ചിലപ്പോ വെടിവെച്ച് കൊന്നുകളയും. തഞ്ചി കളിക്കാതെ എല്ലാം ജീപ്പിലോട്ട് കേറടാ. അതെ സാറേ, ഇത്രയും പേര് ജീപ്പിൽ കൊള്ളുമോ? ഞാനങ്ങോട്ട് എത്തിയാ മതിയോ? ഇവനെ ആദ്യം പിടിച്ചു കയറ്റ്. വേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് ഞാൻ ചെന്നത് എനിക്ക് തന്നെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിന്മയുടെ മാർഗം സ്വീകരിക്കുന്നവർക്കെല്ലാം ആ പോയവരുടെ ഗതിയായിരിക്കും. ഞങ്ങൾക്ക് മനസ്സിലായി മിഖായേൽ. നിങ്ങളെ പോലെ നന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നവർ എന്നും ജീവിതത്തിൽ വിജയിക്കും. കാരണം ഏറ്റവും വലിയ ശക്തി അവർക്കൊപ്പമാണ്, ദൈവത്തിന്റെ ശക്തി.